നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി നമുക്ക് പരിശോധിക്കാം. വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ പാളിയതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. തീർത്ഥാടകരെ ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിടാനാകില്ല. മുന്നൊരുക്കം 6 മാസം മുൻപേ നടത്തണമായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചു. ശബരിമലയിൽ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്നായിരുന്നു കോടതിയുടെ ആദ്യ ചോദ്യം. കുട്ടികളുമായി എത്തുന്ന ഭക്തർ ശ്വാസം മുട്ടിയാണ് ക്യൂവിൽ നിൽക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു. ശുചിമുറികൾ പലതും വൃത്തിയല്ല, വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമെന്നും കോടതി വിമർശിച്ചു. വിമർശനങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വീഴ്ച സമ്മതിച്ചു. മുന്നൊരുക്കങ്ങൾ ഒക്ടോബറിൽ പൂർത്തിയാക്കണമായിരുന്നുവെന്ന് കെ ജയകുമാർ. എന്തെങ്കിലുമൊക്കെ വീഴ്ച ഉണ്ടാവാമെന്നല്ല ഉണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുകയാണ്. വിത്തിൻ 2 days യു വിൽ സീ ദ റിസൾട്ട്. ശബരിമലയിലെ ഈ സീസൺ വികലമാക്കി മാറ്റിയെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ മുന്നൊരുക്കം പാളിയിട്ടില്ലെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്. 3 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ അവിടെ വന്ന് കയറി. അതാണ് ഈ ഒരു തിക്കും തിരക്കും കൂടുതലായി പോയത് എന്ന് എനിക്ക് തോന്നുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതുപ്രകാരം സ്പോട്ട് ബുക്കിംഗ് 20,000-ൽ നിന്ന് 5000 കുറച്ചു. കാനനപാത വഴിയും 5000 പേരെ കടത്തിവിടുകയുള്ളൂ. ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുന്നവരുടെ എണ്ണം ഇതോടെ 75,000 കുറയും. വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ശബരിമലയിൽ ഇന്ന് തീർത്ഥാടക തിരക്ക് നിയന്ത്രണ വിധേയം. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 20,000 പേർക്കുമാണ് ദർശനത്തിന് സൗകര്യം. ഇന്നലത്തെ തിരക്ക് എങ്ങനെയുണ്ടായെന്ന് പരിശോധിക്കുമെന്ന് ADGP ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. ഇന്നലത്തെ ഭയാനകമായ അവസ്ഥയ്ക്ക് ശേഷം ശബരിമല സന്നിധാനം ഇന്ന് ശാന്തം. കഴിഞ്ഞ ദിവസം ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത 36,000 പേരടക്കം 85,000 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. നേരത്തെ തമ്പടിച്ചവരും കുറുക്കുവഴികളിലൂടെ വന്നവരും തിരക്ക് രൂക്ഷമാക്കിയെന്നാണ് വിലയിരുത്തൽ. ഇത് പരിശോധിക്കുമെന്ന് ADGP ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. ആ നിശ്ചയിച്ചെണ്ണത്തിന് അപ്പുറത്ത് വരുന്നവരെ തടയേണ്ടി വരും. മിനിഞ്ഞാന്നും അതിൻ്റെ തലേന്നും 55,000-ഉം 1,00,000-ന് മുകളിലുമായിരുന്നു. അവരുടെ ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ നടന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ദർശനം നടത്താതെ മടങ്ങിയ സംഘത്തെ ADGP ഫോണിൽ വിളിച്ച് തിരികെ എത്തിച്ചു. നിലവിൽ ദർശനത്തിന് കാര്യമായ ബുദ്ധിമുട്ടില്ലെന്നാണ് തീർത്ഥാടകരുടെ പ്രതികരണം. വളരെ കൺട്രോളാണ്. എല്ലാം സൗകര്യപ്പെട്ട് വരാൻ പറ്റി, ഒരു കുഴപ്പമില്ല. കുട്ടിയെ കൂട്ടി ഞങ്ങൾ വരികയാണ്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. 24 സന്നിധാനം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF-ന് കനത്ത തിരിച്ചടി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ മേയർ സ്ഥാനാർത്ഥി VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നത് എന്ന് കോടതി വിമർശിച്ചു. വീഴ്ച പറ്റിയോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. കോടതി വിധിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനുവും പ്രതികരിച്ചു. VM വിനു 2020-ൽ വോട്ട് ചെയ്തിരുന്നില്ലെന്ന തദ്ദേശ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി. സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകതയില്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും കോടതിയുടെ ചോദ്യം. ഇതോടെ VM വിനുവിന്റെ സ്ഥാനാർത്ഥി സാധ്യത DCC തള്ളി. മികച്ച സ്ഥാനാർത്ഥിയെ നാളെ അവതരിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിന്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLO-മാർക്കും കോർപ്പറേഷനിൽ അവരെത്തിച്ച ഉദ്യോഗസ്ഥർക്കുമാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനു പ്രതികരിച്ചു. ഇത് പുറകെ കുറെ കാലം നടന്നിട്ട് ഇത് കിട്ടിയിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോഴേ ഇതിനൊക്കെ വിഷമം ഉണ്ടാവുള്ളൂ. ഹൈക്കോടതി വിധി കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ 3 തവണ സമയം അനുവദിച്ചിരുന്നു. അത് പരിശോധിക്കേണ്ടത് സാധാരണ നിലയിൽ സാധാരണക്കാരായ വോട്ടർമാരല്ല. അത് ഇവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അത് കോൺഗ്രസ് നിർവഹിച്ചില്ല എന്ന വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്. കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലും 2020-ൽ വോട്ട് ചെയ്തിരുന്നില്ലെന്ന കോൺഗ്രസ് വാദം തള്ളിയിരുന്നു. അതേസമയം VM വിനുവിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തതിൽ സിറ്റിംഗ് കൗൺസിലർക്ക് കോൺഗ്രസിന്റെ ശാസന. മലാപ്പറമ്പ് കൗൺസിലർ KP രാജേഷിനോട് DCC പ്രസിഡന്റ് രാജി എഴുതി വാങ്ങി. 24 കോഴിക്കോട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 16-കാരനെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. 16-കാരന്റെ മാതാവിന്റെ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചും കനകമല കേസുമായി ബന്ധപ്പെടുത്തിയുമാണ് അന്വേഷണം. സംഭവത്തിൽ NIA-യും അന്വേഷണം ആരംഭിച്ചു. 24 ഫോളോ അപ്പ്.
ദുരൂഹത സംശയിച്ചാണ് വെഞ്ഞാറമൂട് UAPA കേസിൽ കേരള പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. UK-യിൽ വെച്ച് മാതാവും വെമ്പായം സ്വദേശിയായ ആൺ സുഹൃത്തും ചേർന്ന് IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചുവെന്നായിരുന്നു 16-കാരന്റെ പരാതി. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് UAPA ചുമത്തിയത്. പിന്നാലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. മാതാവിൽ നിന്നും വിവരം തേടിയപ്പോൾ കുടുംബ പ്രശ്നം മൂലമുള്ള വൈരാഗ്യമെന്ന വിശദീകരണം പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. മാതാവിന്റെ ആൺ സുഹൃത്തിന്റെ കനകമല കേസുമായുള്ള ബന്ധമുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില തെളിവുകൾ കുട്ടിയുടെ ഫോണിൽ നിന്നും പോലീസ് ശേഖരിച്ചുവെന്നും വിവരമുണ്ട്. നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ മാതാവിന്റെ ആൺ സുഹൃത്തിന്റെ വിദേശത്തെ യാത്രകളിലും ദുരൂഹതയുണ്ടെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അൽഫല സർവകലാശാലയിൽ നിന്ന് 10-ലധികം പേരെ കാണാനില്ല. അന്വേഷണ സംഘത്തിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് കാണാതായത്. അതിനിടെ ഡോക്ടർ ഉമർ നബി ബോംബ് തയ്യാറാക്കിയത് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗിൽ വച്ച് എന്ന് NIA കണ്ടെത്തി. ആക്രമണ സ്ഥലം തീരുമാനിച്ചത് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി ചേർന്നാണ് എന്നും സൂചനയുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെയാണ് അൽ ഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച അന്വേഷണ സംഘങ്ങൾ പരിശോധന നടത്തിയത്. ജമ്മു കശ്മീർ പോലീസിന്റെയും ഫരീദാബാദ് പോലീസിന്റെയും പരിശോധനയ്ക്ക് ശേഷം സർവകലാശാലയിൽ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമായ 10-ലധികം പേരെ കാണാനില്ല എന്നാണ് വിവരം. ഇതിൽ 3 പേർ കശ്മീർ സ്വദേശികളാണ്. കാണാതെയായ വ്യക്തികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും വ്യക്തികളുടെ വിവരം ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചതുമായാണ് വിവരം. കാണാതായവരിൽ പലർക്കും ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം ആക്രമണം നടത്തുന്നതിന് മുമ്പായി കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ഉമർ നബി ജെയ്ഷെ സംഘവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് NIA കണ്ടെത്തി. ആക്രമണത്തിന് തൊട്ടുമുൻപ് പാർക്കിങ്ങിലുണ്ടായ 3 മണിക്കൂർ സമയത്താണ് ബോംബ് തയ്യാറാക്കിയതെന്നാണ് വിവരം. ആക്രമണം നടത്താനുള്ള സ്ഥലം തെരഞ്ഞെടുത്തതും ഭീകര സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ചാണെന്നാണ് സൂചന. 24 ഡൽഹി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ. ഉപമുഖ്യമന്ത്രിമാരായി സാമ്രാട്ട് ചൌധരിയും വിജയ് സിൻഹയും തുടരും. നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. പട്നയിൽ ചേർന്ന NDA നേതാക്കളുടെ യോഗത്തിൽ നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. പിന്നാലെ രാജ്ഭവനിലെത്തി നിതീഷ് കുമാർ ഗവർണറെ കണ്ടു. രാജി സമർപ്പിച്ച സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. നിലവിലെ ഉപമുഖ്യമന്ത്രിമാരായ BJPയുടെ സാമ്രാട്ട് ചൌധരിയും വിജയ് സിൻഹയും തുടരും. BJPയിൽ നിന്ന് 10 പേരും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയ്ക്കും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ വീതം നൽകും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റാൻ ശ്രമിക്കുമെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ ചിരാഗ് പസ്വാൻ. कल शपथ के बाद इस बात को पूरा प्रयास किया जाएगा कि जो वादे हम लोगों ने संकल्प पत्र में किए हैं एक एक करके जल्द से जल्द उन वादों पर हमारी NDA की सरकार खरा उतरेगी. നാളെ രാവിലെ 11:30 പട്നയിലെ ഗാന്ധി മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 24 ഡൽഹി. സമ്മർദ്ദം വ്യക്തമായിട്ടും BLOമാർക്കുള്ള ചുമതലകളിലും ടാർഗറ്റിലും മാറ്റമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLOമാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. SIR നിർത്തിവെക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഹർജി സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വിവാദങ്ങൾക്കിടെ SIR നടപടിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഭരണഘടനാ ഉത്തരവാദിത്തമാണ് BLOമാർ ചെയ്യുന്നത്. BLOമാർക്ക് ടാർഗറ്റുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കണം. മഹത്തായ ലക്ഷ്യത്തിലേക്കെത്താൻ താനും തന്റെ ഓഫീസും പകലോ രാത്രിയോ ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ഇതിലെ ഒരിക്കലും ഒരു ഭാഗത്തിനും നിലവിലുള്ള ഇലക്ട്രൽ ലോസ് അനുസരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. 97% കൂടുതൽ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഫോം തിരികെ ശേഖരിക്കുന്ന നടപടിയാണ്. ബൂത്ത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇന്നു മുതൽ യോഗം ചേർന്ന് ഈ നടപടികൾ പൂർത്തിയാക്കണമെന്നും CEO. കേരളത്തിലെ SIRനെതിരായ ഹർജികൾ സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന് പുറമെ മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് ഹർജി നൽകിയത്. അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. വോട്ടർ പട്ടികയിലുള്ള മരിച്ചവരും സ്ഥലം മാറിയവരും ഉൾപ്പെടെ 55,000 സംശയമുള്ള ഫോമുകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.
കണ്ണൂർ ഏറ്റുകൊടുക്കയിൽ ജീവനൊടുക്കിയ BLO അനീഷ് ജോർജിനെ CPIM സമ്മർദ്ദത്തിലാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് BLA ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതി പുറത്ത്. അനീഷിന്റെ മരണത്തിന് 9 ദിവസം മുൻപ് നൽകിയ പരാതിയാണ് പുറത്തുവന്നത്. പോലീസ് അനീഷിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തു. SIR ഫോം വിതരണത്തിനായി താൻ ഒപ്പം വരരുതെന്ന് BLO അനീഷ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖ് കളക്ടർക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണിത്. തന്നെ ഒപ്പം കൂട്ടരുതെന്ന് CPM പ്രാദേശിക നേതാക്കൾ അനീഷിന് സമ്മർദ്ദമുണ്ടാക്കിയെന്ന് വൈശാഖ് പറയുന്നു. തന്നെ ഉൾപ്പെടുത്തിയാൽ CPM പ്രശ്നമുണ്ടാക്കുമെന്നും തടയുമെന്നും അനീഷ് പറഞ്ഞതായാണ് പരാതിയിലുള്ളത്. അനീഷിന് ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു കളക്ടറുടെ റിപ്പോർട്ട്. എന്നാൽ ഈ പരാതിയിൽ കളക്ടർ അന്വേഷണം നടത്തിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അനീഷിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. എല്ലാവിധ സഹായം സഹകരണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തിന് ശ്രീ അനീഷ് ജോർജിന്റെ കുടുംബത്തിന് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് വീണ്ടും ഈ അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനിടെ പെരിങ്ങോം പോലീസ് അനീഷിന്റെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴിയെടുത്തു. SIR ജോലിയുടെ സമ്മർദ്ദം മാത്രമായിരുന്നു അനീഷിനുള്ളതെന്നും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ മൊഴി. അനീഷിന്റെ ഫോൺ പോലീസ് വിശദമായി പരിശോധിക്കും. 24 കണ്ണൂർ. സംസ്ഥാനത്ത് SIR ജോലി ചെയ്യുന്ന BLOമാരുടെ ജോലി സമ്മർദ്ദം വെളിപ്പെടുത്തുന്ന കൂടുതൽ ശബ്ദ സംഭാഷണങ്ങൾ ഇന്ന് പുറത്തുവന്നു. BLOമാർ ചടങ്ങിന് വേണ്ടി പണിയെടുക്കുന്നു എന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ ശാസനയും കുറ്റപ്പെടുത്തലും. ആരോഗ്യപ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും ഇടുക്കിയിൽ BLOമാരുടെ അവധിയപേക്ഷ പരിഗണിക്കാത്തതും വിവാദമായി. SIR ഫോം വിതരണത്തിനായി താൻ ഒപ്പം വരരുതെന്ന് BLO അനീഷ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖ് കളക്ടർക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണിത്. തന്നെ ഒപ്പം കൂട്ടരുതെന്ന് CPM പ്രാദേശിക നേതാക്കൾ അനീഷിന് സമ്മർദ്ദമുണ്ടാക്കിയെന്ന് വൈശാഖ് പറയുന്നു. തന്നെ ഉൾപ്പെടുത്തിയാൽ CPM പ്രശ്നമുണ്ടാക്കുമെന്നും തടയുമെന്നും അനീഷ് പറഞ്ഞതായാണ് പരാതിയിലുള്ളത്. അനീഷിന് ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു കളക്ടറുടെ റിപ്പോർട്ട്. എന്നാൽ ഈ പരാതിയിൽ കളക്ടർ അന്വേഷണം നടത്തിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അനീഷിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. എല്ലാവിധ സഹായം സഹകരണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തിന് ശ്രീ അനീഷ് ജോർജിന്റെ കുടുംബത്തിന് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് വീണ്ടും ഈ അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനിടെ പെരിങ്ങോം പോലീസ് അനീഷിന്റെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴിയെടുത്തു. SIR ജോലിയുടെ സമ്മർദ്ദം മാത്രമായിരുന്നു അനീഷിനുള്ളതെന്നും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ മൊഴി. അനീഷിന്റെ ഫോൺ പോലീസ് വിശദമായി പരിശോധിക്കും. 24 കണ്ണൂർ. ആലുവയിൽ സ്വകാര്യ ബസിന്റെ ടയറിന് തീപിടിച്ചു. ബ്രേക്ക് തകരാറായതിനെ തുടർന്നാണ് ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത്. എറണാകുളത്ത് നിന്ന് ആലുവയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ടയറിനാണ് തീപിടിച്ചത്. പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ യാത്രക്കാരെ ഇറക്കിയതിനാൽ ആളപായമുണ്ടായില്ല. MVD ഉദ്യോഗസ്ഥർ കുടിവെള്ള ടാങ്കർ തടഞ്ഞു നിർത്തി അഗ്നിരക്ഷാ ഉപകരണം ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായി അണച്ചു. ഇടുക്കിയിൽ സ്കൂൾ ബസ് കയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തടിയമ്പാട് സ്വദേശി ഹെയ്സൽ ബെന്നാണ് മരിച്ചത്. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ വെച്ചായിരുന്നു അപകടം. അപകടത്തിന്റെ ഉത്തരവാദിത്വം സ്കൂൾ മാനേജ്മെന്റ് ഏറ്റെടുത്തു. രാവിലെ 9 മണിയോടെയാണ് അപകടം. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ച ഹേസലും പരിക്കേറ്റ ഇനയ തെഹ്സിനും. 17-ാം നമ്പർ ബസ്സിലാണ് ഇരുവരും സ്കൂളിലെത്തിയത്. ബസ്സിൽ നിന്നിറങ്ങി ഇരുവരും ക്ലാസ് മുറിയിലേക്ക് ഓടി. ഇതിനിടെ കുട്ടികളെ ഇറക്കി മുൻപോട്ടെടുക്കുകയായിരുന്ന 19-ാം നമ്പർ ബസ് കുട്ടികളെ തട്ടിയിട്ടു. ഇരുവരുടെയും ദേഹത്തോടെ ബസ് കയറി ഇറങ്ങി. ഹേസൽ തൽക്ഷണം മരിച്ചു. പുറകിൽ ഒരു വണ്ടി ഒന്ന് ഇറങ്ങി, ഫ്രണ്ടിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നു. അവരുടെ ക്ലാസ് ആ കോർണറുള്ള ക്ലാസ് റൂമായിരുന്നു അവരുടെ അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു ആക്സിഡൻ്റായിട്ട് വണ്ടി അടിയിൽപ്പെട്ടു. വണ്ടി ഫ്രണ്ടിലെടുത്ത് അങ്ങനെയാണ് ആക്സിഡന്റ് നടന്നത്. ആക്സിഡന്റത്തിന് 304 FIR എടുക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങി. കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഈ പറഞ്ഞ ബസ്സിലെ കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ പുറകിലത്തെ ബസ്സിലെ ഉണ്ടായിരുന്ന 2 കുഞ്ഞുങ്ങൾ പറഞ്ഞത് വെച്ചിടത്തോളം ഈ ബസ്സിന്റെ മുന്നിൽ കൂടി ക്രോസ് ചെയ്ത് പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായതാണ് അറിയാൻ കഴിഞ്ഞത്. 2 ടീച്ചേഴ്സ് സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു. പിന്നെ ആയമാർ പുറത്തുണ്ടായിരുന്നു. സാധാരണ ഈ കാണുന്ന വരാന്തയിലൂടെ ആയമാർ കുട്ടികളെ ബാഗും എടുത്ത് ക്ലാസ് റൂമിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്ന പതിവ്. ഗുരുതരമായി പരിക്കേറ്റ ഇനയ തെഹ്സിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ഹേസൽ ബെന്നിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 ഇടുക്കി.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ആരെയും സർക്കാരും പാർട്ടിയും സംരക്ഷിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. N. വാസുവിനെ പറ്റിയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായം തനിക്കില്ല. വെള്ളാപ്പള്ളി മതനിരപേക്ഷവാദിയെന്നും യഥാർത്ഥ വർഗീയവാദികൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയുമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 ഫോർ ദി പീപ്പിൾ പരിപാടിയിലാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടയിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്കും സർക്കാരിനും ബന്ധമില്ല. ആര് തെറ്റ് ചെയ്താലും ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. N. വാസു തെറ്റ് ചെയ്യില്ല എന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ബോധ്യം തനിക്കില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെ ബോധ്യമൊന്നുമില്ല. ഞാൻ ബോധ്യപ്പെടേണ്ട കാര്യമില്ല. അതിന് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? കോടതിയുടെ മുമ്പിൽ ഇതെല്ലാം കൃത്യമായിട്ട് വരും. വന്നപ്പോൾ അപ്പോൾ നമുക്ക് ആലോചിക്കാം. A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തേക്കുമല്ലോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഇപ്പോൾ A. പത്മകുമാറിന്റെ അറസ്റ്റും ആരെ അറസ്റ്റ് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിനപ്പുറം പറയണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ മതനിരപേക്ഷവാദി എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. യഥാർത്ഥ വർഗീയവാദികൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും. അല്ല, SNDP രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ. നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു സാമുദായിക സംഘടനയല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. SNDP ആയാലും NSS ആയാലും അതുപോലെ തന്നെ മറ്റു വിവിധ പേരുകളിൽ നിരവധി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികമായി കേരളത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുണ്ട്. കിഫ്ബി പാലങ്ങൾക്ക് ടോൾ പിരിക്കുമെന്നും MV ഗോവിന്ദൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാകുമെന്നും വിവാദങ്ങളെ തള്ളിക്കളഞ്ഞ് ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ആത്മവിശ്വാസം. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം അഴിമതിയിൽ RSS BJP നേതാക്കൾ കുരുക്കിൽ. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം ഭയന്നുള്ള വ്യാജ വാർത്ത എന്നാണ് S. സുരേഷിന്റെ വിശദീകരണം. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ അഴിമതിയിൽ വകുപ്പ് തല അന്വേഷണത്തിനു പിന്നാലെയാണ് പണം തിരിച്ചുപിടിക്കാനുള്ള സഹകരണ വകുപ്പിന്റെ ഉത്തരവ്. സഹകരണ സംഘത്തിന് 4,16 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സംഘം പ്രസിഡന്റ് RSS മുൻ വിഭാഗ് ശാരീരിക് പ്രമുഖ് G. പത്മകുമാർ 46 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. സംഘം വൈസ് പ്രസിഡന്റായിരുന്ന S. സുരേഷ് അടയ്ക്കാനുള്ളത് 43 ലക്ഷം രൂപ. ഭരണസമിതിയിലുണ്ടായിരുന്നത് 16 പേരായിരുന്നു. ഇതിൽ 7 പേർ 46 ലക്ഷം വീതം തിരിച്ചടയ്ക്കണം. 9 പേർ 16 ലക്ഷം വീതവും തിരിച്ചടയ്ക്കണം. BJP നടത്തുന്ന തട്ടിപ്പിന്റെ ഒരു ഭാഗമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കമഴ്ന്ന് വീണാൽ കാൽപ്പനം എന്നതാണ് കേരളത്തിലെ BJP നേതാക്കന്മാരുടെ ആയിട്ടുള്ള ചിലരുടെ ഇപ്പോഴത്തെ ശൈലി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും. തനിക്കെതിരെയുള്ള വാർത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം ഭയന്നെന്ന് S. സുരേഷിന്റെ വിശദീകരണം. സുരേഷിനെതിരെയുള്ള വാർത്ത എങ്ങനെ BJPയുടെ മുന്നേറ്റത്തെ തടയുമെന്ന മറുചോദ്യവുമായി മഹിളാ മോർച്ച നേതാവ് രംഗത്തെത്തി. സ്വജനപക്ഷപാതവുമായി നടക്കുന്ന സുരേഷ് തനിക്കു നേരെ വരുന്നത് സ്വയം പ്രതിരോധിച്ചാൽ മതിയെന്നും പാർട്ടിയെ കൂട്ടുപിടിക്കേണ്ടെന്നുമായിരുന്നു കോഴിക്കോട് നിന്നുള്ള മഹിളാ മോർച്ച നേതാവ് സ്മിത ലക്ഷ്മിയുടെ കമന്റ്. 24 തിരുവനന്തപുരം. ഈ ശബരിമലയിൽ ഇന്നത്തെ ചടങ്ങുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കോസ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തിരുവനന്തപുരം നഗരസഭ ഉള്ളൂർ വാർഡിൽ വിമതനായി മത്സരിക്കുന്ന ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് K. ശ്രീകണ്ഠനെ CPIM പുറത്താക്കി. ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ശ്രീകണ്ഠനെ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നതിന് പുറമെ സംസ്ഥാന സമിതി അംഗം കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചതും ശ്രീകണ്ഠനെ പുറത്താക്കുന്നതിന് കാരണമായി. 40 വർഷമായി പാർട്ടി അംഗത്വത്തിലുള്ള ശ്രീകണ്ഠൻ ഉള്ളൂർ വാർഡിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ ഇറങ്ങിയത്.
സ്പോർട്സ് വാർത്തയിലേക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ വീണ്ടും ജയം നേടാനാകാതെ കേരളം. മധ്യപ്രദേശിനെതിരായ മത്സരവും സമനിലയിൽ കലാശിച്ചു. 404 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മധ്യപ്രദേശിന് 126 റൺസ് എടുക്കുന്നതിനിടെ 8 വിക്കറ്റ് നഷ്ടമായിരുന്നു. എന്നാൽ 9ാം വിക്കറ്റിലെ ചെറുത്തുനിൽപ്പ് ആതിഥേയർക്ക് സമനില സമ്മാനിച്ചു. വെറും 5 പോയിന്റ് മാത്രമുള്ള കേരളത്തിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചു. കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളായ കേരളത്തിന് ഇത്തവണ 4 മത്സരങ്ങളിൽ ഒറ്റ ജയം പോലും നേടാനായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.